ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് റിസ്ക് എടുത്തൊരു ദിവസമായിരുന്നു. നമ്മുടെ അടുത്തൊരു പഴയ ടാങ്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടന്ന് അതിൽ കൂത്താടിയുണ്ട്, വാലുമാക്രി അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വരാലും കുഞ്ഞുങ്ങളെ ഇറക്കി വിടാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഒരെണ്ണത്തിനെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് നമ്മൾ ഇറക്കി വിടാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അവന്മാർ പേടിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും അതിനകത്തേക്ക് റിലീസ് ചെയ്ത് നോക്കാം. ഞാൻ പയ്യെ അതിനകത്തേക്ക് തുറന്നു വിട്ടിട്ടുണ്ട് കണ്ടോ. അതിനകത്ത് ഒത്തിരി വാലുമാക്രിയും കാര്യങ്ങളും കൂത്താടിയും എല്ലാം ഉണ്ട്. അപ്പം അവർക്ക് ലൈവ് ഫുഡും ആവും, നമ്മൾക്കിட்ட ടാങ്ക് ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും. നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നൊരു ടാങ്കൊന്നും അല്ല അത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് വെറുതെ കിടക്കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്താകുമ്പോൾ കുറച്ചുകൂടി ഗ്രോത്ത് കിട്ടും. പിന്നെ നമ്മൾ അടുത്ത ആളെയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ആൾ. അപ്പോൾ രണ്ടുപേരെയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വിടാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ പുതിയ ഒരിതിലായിട്ട് ഒരു പേടിച്ചിരിക്കും. ഞാൻ ഓർത്തത് എടുത്ത് ചാടുമെന്ന് ഓർത്തു. അപ്പോൾ പെട്ടെന്ന് ഞാൻ വെള്ളത്തിലേക്ക് അതിനെ റിലീസ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വെട്ടം അടിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുക്കുന്നത് കണ്ടോ, അവരതിനകത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ഇവർ മുകളിൽ വന്ന് എയർ എടുക്കുന്ന ഫിഷാണ്. അപ്പോൾ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇവർ നമുക്ക് നോക്കുവാണെങ്കിൽ പൊങ്ങി വരാം. പിന്നെ നമ്മൾ നേരെ പോയിട്ടുള്ളത് ജെയിൻറ്റ് ക്യാമറയുടെ അടുത്തേക്കാണ്. അവരുടെ കുറേയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ നമുക്ക് അത് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അമോണിയൊക്കെ ഫോം ആവുകയും അവർ ഡെഡായി പോകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് അതിനകത്ത് അങ്ങനെ ഡെഡായി പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് കല്ലുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതുണ്ട്, നമ്മളെപ്പോൾ ക്ലീൻ ചെയ്താലും അവർ ആദ്യമായിട്ട് കൊണ്ടിടുന്ന ആ ഒരു ഫ്രഷ്നെസ്സോടെ അതിനകത്തൂടി മൊത്തം ഓടി നടക്കുന്നത് കാണാം കേട്ടോ. അതിനിപ്പോൾ അവർക്ക് ഓർമ്മശക്തി കുറവായത് കൊണ്ടാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെയാണോ എന്താണോ, വെള്ളം എപ്പോൾ മാറിയാലും അവരാദ്യം നമ്മൾ കൊണ്ടുവന്ന അതേ ഒരു ഫീലായിരിക്കും കേട്ടോ. എപ്പോഴും ആ കുറച്ചും കൂടെ ഫുൾ ഓടി നടന്നിങ്ങനെ നോക്കും. പിന്നെ അവരുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ അതിനകത്ത് കാണുമ്പോൾ അതിലേക്ക് പോയിട്ട് കൊത്തി നോക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ നമ്മൾ വാട്ടർ ലിറ്റ്യൂസിൻ്റെ ഒരു തൈയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അധികം ഇട്ട് കൊടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഫിൽറ്റർ ഓൺ ചെയ്യുമ്പോൾ അത് ഫിൽറ്ററിനിടയിൽ പോയിട്ട് കുടുങ്ങി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഫംഗസിൻ്റെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫംഗി ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും ഒരു 2-3 തുള്ളി അതിനകത്ത് ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ആദ്യം നല്ലപോലെ. ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. മേടിച്ചുകൊണ്ട് വന്നതിൻ്റെയൊക്കെ ഈ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഗ്രോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഇട്ട് നല്ല ഇണക്കമാണ്. ഇനിയിപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഫുഡും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഫിൽറ്റർ ഉള്ളതുകൊണ്ട് അങ്ങനെ വേസ്റ്റ് വരാറില്ല. എന്നാലും ഇടയ്ക്ക് വെള്ളം മാറി കൊടുക്കുന്നുമുണ്ട്.